വിശ്വസിച്ചൊരു ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, ഗുഡ് മോർണിംഗ് മുബഷീർ. ഒരു പ്രേക്ഷകൻ എഴുതുന്നു, അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം ബിഗ് സല്യൂട്ട്. മലയാളി മാത്രമല്ല തമിഴിലും മലയാളിയെ പറ്റിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുന്ന മലയാളിക്ക് ഇതൊക്കെ തന്നെയാണ് ഇനി കിട്ടുക. തേയിലയിലെ മായം ചേർക്കൽ തമിഴ്നാടാണ് കേന്ദ്രം എന്ന് പ്രേക്ഷകർ പറയുന്നു. സർവ്വവും മായമാണ്, എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നു. നിരവധി കമന്റുകളാണ് വരുന്നത്. മുബഷീർ, നമ്മൾ ഈ ചായപ്പൊടിയുടെ വ്യാജ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തപ്പം മുതൽ അത് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തിരുന്നു. പല തട്ടുകടകളിൽ നിന്നും ആളുകൾ ചായ കുടിക്കുന്നത് ഒഴിവാക്കിയിരുന്നു. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് കേരളത്തിലല്ല കൂടുതൽ നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലാണെന്ന് മനസ്സിലാക്കിയത്. നമ്മൾ അവിടെ കണ്ടെത്തിയത് എന്തൊക്കെയാണ്? നമ്മൾ എങ്ങനെയാണ് ഈ കൂനൂരിലേക്ക് എത്തിപ്പെട്ടത് മുബഷീർ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും മായം ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു വിപണനം വ്യാപകമായി കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത്. ഇക്കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ വ്യാപകമായി മായം ചേർത്ത തേയിലപ്പൊടി പിടികൂടിയിരുന്നു. അത്തരത്തിലൊരു വാർത്ത വൈലത്തൂരിൽ നിന്ന് പിടികൂടിയത് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ സംരക്ഷണം ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു വ്യാജ തേയില കേസുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് തമിഴ്നാട് നീലഗിരി ജില്ലയിലേക്ക് എത്തുന്നത്. നീലഗിരിയിലെ കൂനൂര് കേന്ദ്രീകരിച്ചാണ് ഏറ്റവും അധികം രാസപദാർത്ഥങ്ങൾ ചേർത്ത തേയിലപ്പൊടികൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് എന്നുള്ളതായിരുന്നു നമുക്ക് ആ ഒരു ഘട്ടത്തിൽ ലഭിച്ച വിവരം. അത്തരത്തിൽ ചായപ്പൊടി വാങ്ങി ഇവിടെ വന്ന് അത് കച്ചവടം ചെയ്ത ആളുകൾ ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചിരുന്നു. ആവശ്യക്കാരെന്ന രൂപേണ ഇത്തരത്തിലുള്ള ആളുകൾ സംസാരിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂനൂരിലെത്തുന്നു. പല ഘട്ടങ്ങളിലായി അവിടെയൊക്കെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് അവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ ചോദിച്ചെങ്കിലും നേരിട്ട് ഇവ കൈമാറാനോ ഇവ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ പറഞ്ഞു തരാനോ അവിടെയുള്ള ആളുകൾ തയ്യാറാകുന്നില്ല. പിന്നീട് പല ആളുകളോടും ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ കൂനൂർ മേഖലയിൽ തന്നെ ഇത് വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏജന്റിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അവിടെ ഒരു കച്ചവട സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ പേര് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ നമുക്ക് സാധിക്കില്ല. ആ ഒരു വ്യക്തിയാണ് പ്രധാനമായും കേരളത്തിലേക്ക് ഉൾപ്പെടെ ഇവ വിതരണം ചെയ്തതിൽ പ്രധാനപ്പെട്ട വിതരണക്കാരൻ. അങ്ങനെ അയാളെ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു ഓട്ടോ സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് അയാളെ കണ്ടുമുട്ടുന്നു. നമ്മളെ കണ്ട ഉടനെ തന്നെ അയാളുടെ കൈവശമുണ്ടായിരുന്ന രാസപദാർത്ഥങ്ങൾ ചേർത്ത, അതായത് സിന്തറ്റിക് ഫുഡ് കളർ ഉൾപ്പെടെ ചേർത്ത വ്യാജ തേയിലപ്പൊടിയുടെ ഒരു സാമ്പിൾ അയാൾ പോക്കറ്റിൽ നിന്നും എടുത്തു തരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അർബുദത്തിന് വരെ കാരണമാകുന്ന രാസപദാർത്ഥങ്ങൾ ചേർത്ത ചായപ്പൊടിയാണ് അയാളുടെ കൈവശമുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ കൊണ്ടുപോയി നോക്കൂ, ബെസ്റ്റ് ക്വാളിറ്റിയാണ്, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഇത് കൊണ്ടുപോയി ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ പിന്നീട് പല ആളുകൾ ഇതിനാവശ്യക്കാരായി എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി ആവശ്യക്കാർ ഇതിന് വന്നിട്ടുണ്ടെന്നായിരുന്നു അയാൾ നമ്മളോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ആ ഒരു സാമ്പിൾ പാക്കറ്റ് അയാളിൽ നിന്നും വാങ്ങുന്നുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അളവിലുള്ള ചായപ്പൊടി വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് തന്നാൽ മതി വീട്ടിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് തന്നാൽ അങ്ങോട്ടേക്ക് അയച്ചു തരാമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഒരു തരത്തിലും ഇത് നിർമ്മിക്കുന്ന മേഖലയിലേക്ക് കൊണ്ടുപോകാൻ അയാൾ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ വിശദമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കൂനൂരിലെ വീടുകളിൽ കുടിൽ വ്യവസായം പോലെ ഒക്കെ തന്നെ ഈ ഒരു ചായപ്പൊടിയിൽ രാസപദാർത്ഥങ്ങൾ ചേർത്ത് വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ പേരോ അറിയാത്ത കവറുകളിലാക്കിയാണ് ഇത് കൂനൂരിലെ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തി മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കച്ചവടക്കാർ ഉൾപ്പെടെ ഇത് വാങ്ങിപ്പോകുന്നുണ്ട്. ചെറിയ അളവിൽ ഈ ഒരു പൊടി ഉപയോഗിച്ചാൽ തന്നെ വളരെ സ്ട്രോങ് ആയി കടുപ്പമേറിയ ചായയായി ഇത് മാറുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് വളരെ കൃത്യമായ ഒരു വിതരണക്കാരൻ നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ചായപ്പൊടി വാങ്ങിയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു നിർമ്മാണശാല തിരഞ്ഞുള്ള യാത്രയിൽ ഒരു ഘട്ടത്തിൽ ഇവരുടെ നിർമ്മാണശാലയ്ക്ക് അടുത്തുള്ളൊരു മേഖലയിൽ എത്തിയിരുന്നെങ്കിൽ നമുക്കത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ നമ്മൾ മീഡിയ ആണെന്ന് തിരിച്ചറിയുകയും നമ്മളോട് പ്രശ്നമുണ്ടാക്കുകയും പിന്നീട് അവിടെ നിന്ന് വേഗം നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. വീടുകൾ രാസപദാർത്ഥങ്ങൾ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞെട്ടിക്കുന്നതായിരുന്നു ആ കണ്ടെത്തലും. കോയമ്പത്തൂർ, സേലം എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും എത്തിക്കുന്ന തേയിലപ്പൊടിയാണ് മായം ചേർത്ത് കൂനൂരിൽ വിൽക്കുന്നത്. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് രഹസ്യ കേന്ദ്രങ്ങളിലാണ് നിർമ്മാണം നടക്കുന്നത്. ഒരുപാട് തവണ ആവശ്യപ്പെട്ടെങ്കിലും ഇവയുടെ നിർമ്മാണശാലകളിലേക്ക് വിതരണക്കാരൻ നമ്മളെ കൊണ്ടുപോയില്ല. പകരം മറ്റൊരു പൊതിയുമായി മണിക്കൂറുകൾക്ക് ശേഷം അയാൾ ഞങ്ങളെ കാണാൻ. ഉച്ചയ്ക്ക് ശേഷം കൂനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വീണ്ടും വിതരണക്കാരനെ കണ്ടു. ഞങ്ങൾക്കായി മറ്റൊരു വലിയ തേയിലപ്പൊടി അയാൾ കയ്യിൽ കരുതിയിരുന്നു. മിക്സിംഗ് ഒന്നും ഇല്ലാത്ത പൊടിയാണെന്ന് പറഞ്ഞ പൊതി തന്നു. ഊരോ പേരോ ഇല്ലാത്ത കവറിലാണ് ചായപ്പൊടി. നിറം കൂടാൻ ചേർക്കുന്ന മായം മാത്രമായി ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വിതരണക്കാരന്റെ മറുപടി ഇങ്ങനെ: அதுக்கு டீயோட தான் வரும், தனியாக கிடைக்காது. டீயோட ஆட் பண்ணி தான் வரும் உங்களுக்கு, டீயோட சேர்ந்து வரும். டீக்குள்ள வருதுல, டீக்குள்ள வருது இல்லைங்களா, அது ஆட் பண்ணி தான் வரும், தனியாக வராது.
എത്ര അളവിൽ വേണമെങ്കിലും തേയിലപ്പൊടിയിൽ കളർ ചേർത്തു തരാമെന്ന് ആവർത്തിച്ചു. நீங்க இப்போ எத்தனை கிலோ கேட்குறீங்களோ அந்த அளவுக்கு பொருள் கொடுத்து உங்களுக்கு ഇത് അങ്ങ് കൊണ്ടുപോയി ടെസ്റ്റ് பண்ணிடணும் ഇതിന്റെ റിസൾട്ട് എന്നാന്ന് നോക്കണം பாருங்க ஓகே ஒன்றும் பிரச்சனை பாருங்க நீங்க இதுல மிக்ஸ் பண்ணி தருமா இதில் வந்து அதாக்கா மிக்ஸ் பண்ணி தருவோம் உங்களுக்கு இது நார்மலாக இருக்குது நல்லா இது சூப்பராக இருக்கும் நல்லா இருக்கும் உங்களுக்கு மிக்சிங்கில் அவர் பண்ணி தருவோம் உங்களுக்கு ഒരു ദിവസം 30 കിലോ തേയിലപ്പൊടിയിൽ വരെ പരമാവധി കളർ ചേർത്ത് നൽകാറുണ്ടെന്ന് വിതരണക്കാരന്റെ വെളിപ്പെടുത്തൽ. டேஸ்ட் எடுத்துறீங்களா கலர் வருதுல்ல அதே நம்ம இதில் ஆட் பண்ணால் வந்துடும் அது அது எப்படி பண்ண முடியும் நாங்கள் பண்ணி கொடுத்துருவோம் டீயில் பண்ணி கொடுத்துருவோம் உங்களுக்கு டீயில் பண்ணி கொடுத்துருவோம் இரநூறுவா வரும் கேஸ் உங்களுக்கு நீங்கள் ஃபோன் பண்ணுங்க பார்த்துட்டு கால் பண்ணுங்க. ബെസ്റ്റ് ക്വാളിറ്റിയാണെന്നും ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ ഇഷ്ടപ്പെട്ട് വീണ്ടും വാങ്ങുമെന്നും വിതരണക്കാരന്റെ ഗ്യാരണ്ടി. தெரியவே தெரியும் நல்லா இருக்கும் டேஸ்ட் சூப்பராக இருக்கும் உங்களுக்கு இது வேற டேஸ்ட் இல்லை. ஆமாம் இது ஒரு டேஸ்ட் இருக்கா இதில் மிக்ஸ் பண்ணி தரோம் உங்களுக்கு அது ஒரு டேஸ்ட் வரும் உங்களுக்கு ஆனால் டேஸ்ட் കളറിൽ ഒരേ மாதிரி വരും உங்களுக்கு. ഒന്ന് വിളിച്ചാൽ മതി, സാധനങ്ങൾ കൊറിയറാക്കി നാട്ടിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞ് വിതരണക്കാരൻ മടങ്ങി. വ്യാജ തേയിലപ്പൊടി നിർമ്മാണശാലകൾ തേടി റിപ്പോർട്ടർ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. റിപ്പോർട്ടർ കൂനൂർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തൊക്കെ രാസവസ്തുക്കളാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ അതും പരിശോധിച്ചു.